ഷാലോം അലൈഹം. അസ്സലാമു അലൈക്കും. ഓം ശാന്തിഹി. നല്ലവരായ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോട് ചില കാര്യങ്ങൾ ഈ ലോക സ്ത്രീ ദിനത്തിൽ പങ്കിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ലക്ഷ്യം വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. ഞാനൊരു അപ്പനാണ്. അപ്പോ എൻ്റെ മക്കളുടെ പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും, എല്ലാ മക്കളെ, അവരെ കുഞ്ഞുങ്ങളായിട്ട്, പെൺകുഞ്ഞുങ്ങളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുക. എനിക്ക് 2 സഹോദരിമാരുണ്ട്. അതുകൊണ്ട് ആ പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും എൻ്റെ ജ്യേഷ്ഠാനുജത്തിമാരായി തന്നെ ഞാൻ കാണും. എനിക്ക് അമ്മയുണ്ട്, അമ്മയുടെ പ്രായമുള്ളവർ അമ്മയായി. എനിക്ക് ഉമ്മാമയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, അവരെ അമ്മച്ചിയായും കാണാൻ പറ്റും. ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ എൻ്റെ കുഞ്ഞുങ്ങളോടും പെങ്ങന്മാരോടും എൻ്റെ അമ്മമാരോടും അമ്മച്ചിമാരോടും ആദ്യം ഒരു സോറിയാ പറയാനുള്ളത്. എന്താണെന്നറിയോ? ലോകത്ത് സ്ത്രീകളുടെ ജന്മം വളരെ വേദനിക്കുന്നതാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലേ? ഈ മനുഷ്യനുണ്ടായത് പരിണാമം വഴിയാന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് മനുഷ്യന് അറിവ് പരിണാമം വഴി ഉണ്ടായി എന്ന് പറയുന്നതാണ്. കാരണം എന്നാണെന്നറിയോ? ഒരു 10,000 വർഷം മുമ്പ് ജീവിച്ച ജനങ്ങളുടെ അറിവല്ല 5000 വർഷം മുമ്പ് ജീവിച്ചവർക്കുള്ളത്. 5000 വർഷം മുമ്പ് ജീവിച്ചവർക്കുള്ള അറിവല്ല ഒരു 2000 വർഷം മുമ്പ് ജീവിച്ചവർക്കുള്ളത്. അവർക്കുള്ള അറിവല്ല 1000 വർഷം മുമ്പ് ജീവിച്ചുള്ളവർ. അവർക്കുള്ള അറിവല്ല 500 വർഷം മുമ്പ് ജീവിച്ചവർക്ക്. അവർക്കുള്ള അറിവല്ല 50 വർഷം മുമ്പ് ജീവിച്ചവർക്ക്. എന്റെ കുഞ്ഞില് ഇങ്ങനെ ലൈവ് റെക്കോർഡൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാലത്തിനനുസരിച്ച് അറിവ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടുവന്ന് പരിണാമം വഴിയാ മനുഷ്യനിലേക്ക് അറിവും കയറി കയറി വന്നത് എന്ന് വേണം ചിന്തിക്കാൻ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ. അങ്ങനെ അറിവ് വളരുന്ന കാലത്ത് സ്ത്രീകൾക്ക് അല്പ സ്വാതന്ത്ര്യം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് സ്ത്രീയും വിചാരിച്ചു, പുരുഷനും വിചാരിച്ചു. പക്ഷെ സത്യത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമല്ല, നരകയാതന കൂടുകയാണ് ഈ അറിവ് വളർന്നപ്പോൾ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ മനുഷ്യന്റെ ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പോൾ, ടെക്നോളജി വളർന്നപ്പോ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റി. ഉദരത്തിലുള്ള കുഞ്ഞ് പെണ്ണാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ വെച്ച് തന്നെ ജന്മം നിഷേധിച്ച് അതിന് ജ്യൂസ് അടിച്ച് ക്ലോസറ്റിൽ ഒഴുക്കാൻ മാത്രം ഈ അറിവ് വളർന്നുപോയി എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് എവിടെയും ഒരു ആശ്രയമില്ലാതെ പോവുക. ഇപ്പൊ ഒരു അപ്പൻ എന്ന നിലയിൽ എന്റെ 2 പെൺപിള്ളേരെ മാർക്കറ്റിലേക്ക് വിടുമ്പോ എന്റെ നെഞ്ചത്ത് പെടപ്പ, അവര് സേഫ് ആയിട്ട് വരുവോ? അവരെ ഞാൻ സ്കൂളിൽ വിടുമ്പോ നെഞ്ചത്ത് പെടപ്പ, ആരെങ്കിലും ഉപദ്രവിക്കുവോ? പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ നെഞ്ചത്ത് പെടപ്പ, അവരെ കെട്ടിക്കാൻ ആവശ്യത്തിന് കാശുണ്ടോ? അല്ലെ, കെട്ടിച്ചു വിട്ടാൽ നെഞ്ചത്ത് പെടപ്പ, ഭർത്താവിന്റെ വീട്ടുകാർ അവർ ഉപദ്രവിക്കുമോ? കുഞ്ഞ് വയറ്റിലായത് മുതൽ പെൺകുഞ്ഞാണെങ്കിൽ മരണം വരെ മക്കൾ ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു ഗതിയാണ് നമ്മുടെ നാട്ടില്. ഇങ്ങനെ ദുഃഖിച്ചവരെന്താ ചെയ്തേ? നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളായ മാതാപിതാക്കള് മക്കളെ ദൈവത്തിൽ ആശ്രയം പഠിപ്പിച്ചു. മക്കളെ, നിങ്ങൾ ഭഗവാനോട്, ദൈവത്തോട്, ദേവതയോട് അടുത്താല്, ഇന്ന മൂർത്തിയോട്, ഇന്ന ദൈവത്തോട് അടുത്താല് നിങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞ് ചില അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി. അവസാനം എന്തായി? ആ അമ്പലത്തിലെ ഗുരുക്കന്മാരെന്നറിയപ്പെടുന്ന പൂജാരിമാര് അല്ലെങ്കിൽ സന്യാസിമാര് ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു. എത്രയോ നമ്മുടെ നാട്ടിൽ അങ്ങനെ പൂജാരിമാര്, അമ്പലവാസികളും ജയിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് കൊണ്ടല്ലേ? അതുപോലെ മുസ്ലിമീങ്ങൾ ചിന്തിച്ചു, മദ്രസയിൽ പറഞ്ഞു വിട്ട് ഈമാനിൽ വളർത്തിക്കഴിഞ്ഞാൽ നല്ല വിശ്വാസികളാക്കിയാൽ രക്ഷപ്പെടുന്നു വിചാരിച്ച് മദ്രസയിൽ വിട്ടു. പക്ഷെ അവസാനം മദ്രസയിലെ മുഅല്ലിമീങ്ങൾ പീഡിപ്പിച്ചത് എത്രയോ നമ്മൾ പത്രത്തിൽ വായിച്ചു അല്ലേ? അവിടെയും ആശ്രയില്ല. പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ വിട്ട്, നാട് വിട്ട്, കുടി വിട്ട്, സഭയ്ക്ക് വേണ്ടി മാറിയ പുരോഹിതന്മാരുടെ അടുത്ത് ആശ്രയം ഉണ്ടാവും എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു. അവസാനം കുഞ്ഞു കൊച്ചുങ്ങളെ പോലും ബലാത്കാരമായി പീഡിപ്പിക്കുകയും ചിലയിടത്തൊക്കെ കൊലകൾ പോലും നടന്നു എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ വായിക്കുന്നു അല്ലേ? അപ്പൊ ഈ ദൈവങ്ങളുടെ മുമ്പിൽ അമ്പലത്തിലും മസ്ജിദിലും അല്ലെങ്കിൽ പള്ളിയിലും എവിടെ പറഞ്ഞു വിട്ടാലും പെൺപിള്ളേർക്ക് സേഫ്റ്റി ഇല്ല അല്ലെ? എന്തോ ഒരു വേദനയാ. അങ്ങനെ എല്ലാവരുടെയും പെൺപിള്ളേര് വേദനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ സ്ത്രീകൾക്ക് തന്നെ തോന്നി ഏറ്റവും നല്ലത് മതവും ജാതിയും ഒന്നും വേണ്ട, ഫാഷിസമാണ്, ഫെമിനിസ്റ്റ് ഫിലോസഫിയാണ് നല്ലത്, നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാന്നും പറഞ്ഞ് കുറെ സ്ത്രീകൾ ഇറങ്ങിയിട്ട് എന്തുണ്ടായി? സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച് തുടങ്ങിയതും വാദിക്കാൻ സ്ത്രീകളെ പഠിപ്പിച്ചത് പുരുഷന്മാരാണ്. പുരുഷന്മാർ വെറുതെ സ്ത്രീകളെ വാദിക്കാൻ പഠിപ്പിക്കുമോ? പുരുഷന്മാർക്ക് അതിൽ ലക്ഷ്യമില്ലേ?
അവസാനം പുരുഷന്മാരെന്ത് ചെയ്തു? നിങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടണമെന്ന് പറഞ്ഞ് സ്ത്രീകളെ പഠിപ്പിച്ചിട്ട് ആണുങ്ങളെ പോലെ ജീൻസ് ഇടിച്ചു, ആണുങ്ങളെ പോലെ ടീഷർട്ട് ഇടിച്ചു, ആണുങ്ങളെ പോലെ മരത്തെ കയറ്റി, ആണുങ്ങളുടെ എല്ലാ ജോലിയും ചെയ്ത് അവസാനം ആണുങ്ങളെ പോലെ ജീവിക്കാൻ പെണ്ണുങ്ങൾക്ക് പറ്റാണ്ട് വന്നപ്പോ പെണ്ണുങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇനി നമ്മൾ ആണുങ്ങളെ കെട്ടണ്ട, പെണ്ണിനെ കെട്ടിയാൽ മതി എന്ന് തീരുമാനം എടുത്തു. അവസാനം നിങ്ങളെ ലെസ്ബിയൻസ് ആക്കിയതും ഈ ഫെമിനിസ്റ്റ് ഫിലോസഫി നിങ്ങളെ പഠിപ്പിച്ചവർ തന്നെയല്ലേ? ഇത് കൂടാണ്ട് ഈ ഫാഷിസം അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയിൽ നിങ്ങളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്നവർ ചെയ്തത് എന്താ? പെൺപിള്ളേരെ, നിങ്ങളുടെ ശരീരത്തെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ മാർക്കറ്റിൽ വിൽക്കുന്ന സകല വിൽപ്പന ചരക്കിലും നിങ്ങളുടെ ശരീരം അവർ പതിപ്പിച്ചു അല്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു സുന്ദരിയുടെ മുഖമോ മാറോ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ജനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ എന്നുള്ള നിലയിലായി. നമ്മുടെ സ്വന്തം ശരീരത്തെ പോലും അവർ വിൽക്കാൻ തുടങ്ങി. എന്നിട്ടോ നമ്മളിപ്പോ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കൽക്കട്ട ഇല്ലെങ്കിൽ ഡൽഹി ഇല്ലെങ്കിൽ മുംബൈ പോലെയുള്ള സിറ്റികളിൽ എത്രയോ ആയിരക്കണക്കിന് പെമ്പിളുടെ ശരീരമാണ് മാംസം വിൽക്കുന്നത് പോലെ ഇവിടെ വിൽക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? എത്രയോ ഭവനങ്ങളിലാണ് പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കന്മാര് വന്നിട്ട് പശുവിനോ അല്ലെങ്കിൽ പോത്തിനോ വില പറയുന്നത് പോലെ വീട്ടിൽ നിന്നൊരു പെങ്കൊച്ചിനെ ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടി വില പറയുന്നത്. അപ്പൊ നമ്മള് മതങ്ങളിൽ ആശ്രയിച്ചിട്ട് രക്ഷയില്ല, രാഷ്ട്രീയ പാർട്ടിയിൽ ആശ്രയിച്ച് രക്ഷയില്ല, ഫെമിനിസ്റ്റ് ഫിലോസഫി നമ്മളെ പഠിപ്പിച്ചവരെ ആശ്രയിച്ച് രക്ഷയില്ല, നമുക്ക് ടെക്നോളജിയിലോ ശാസ്ത്രത്തിലോ വിശ്വസിച്ചിട്ടും നമുക്കൊരു ഗുണവും കിട്ടുന്നില്ല. അപ്പൊ ഈ സ്ത്രീകൾ ഇനി രക്ഷപ്പെട്ടാൻ എങ്ങോട്ടോ പോവുക? എന്താ ചെയ്യുക? ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പനേരം ചിന്തിക്കുന്നത്. നമ്മൾ അല്പനേരം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. ഇന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലോസഫി ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. മജ്ജിമ നിക്കായ എന്ന് പറയും. കേട്ടിട്ടുണ്ട് ഗൗതം ബുദ്ധനെ കുറിച്ചല്ലേ? അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ ജനിച്ച രാജകുമാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ജീവിതത്തിന് ഒരു ഉറപ്പില്ലാത്തതിനെ കുറിച്ചും ഒക്കെ ധ്യാനിച്ചിട്ട് ഭാര്യനെയും കുഞ്ഞിനെയും രാത്രി ബെഡിലിട്ടിട്ട് ഇറങ്ങി പോയിട്ട് ഇദ്ദേഹം ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ധ്യാനം തുടങ്ങി, ബോധിവൃക്ഷത്തിന്റെ ചോട്ടില്. ആ ധ്യാനത്തിൽ അദ്ദേഹം പട്ടിണി കിടന്ന് ഇങ്ങനെ ധ്യാനിച്ച് എക്സ്ട്രീം വിശപ്പായപ്പോ ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യാതായി അദ്ദേഹം ബോധം കെട്ടുപോയി. അങ്ങനെ ബോധമില്ലാതെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ പാൽ വ്യാപാരി അതിൽ പോകുമ്പോൾ ഇച്ചിരി പാല് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ ഇച്ചിരി പാല് ഈ ബോധം കെട്ട് കിടന്ന് ഉപവസിച്ച് ബോധം കെട്ട് കിടന്ന് ഈ ഗൗതം ബുദ്ധൻ അത് കുടിച്ചു കഴിഞ്ഞപ്പോ കണ്ണു തുറന്ന് ഇച്ചിരി ബോധം വെച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക മജ്ജിമ നിക്കായ. എന്താ എന്റെ അർത്ഥം എന്നറിയോ? എല്ലാം മധ്യമാർഗത്തിൽ മതിയെന്ന്. വെർച്യു സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്ന് പറയും. മിഡിൽ പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഗൗതം ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചത് ഈ ലോകം മുഴുവനും ഒരു ബാലൻസിലാ ദൈവം കൊണ്ടുപോകണേ. നിങ്ങൾ നോക്കിയേ, സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം ഒരു ബാലൻസിലാ ദൈവം നിർത്തിയിരിക്കുന്നത്. ബാലൻസ് തെറ്റിയ എല്ലാം പൊട്ടിപ്പോവും. മഴയും വെയിലും ബാലൻസിൽ നിർത്തിയിരിക്കുകയാണ്, തണുപ്പും ചൂടും ബാലൻസിൽ നിർത്തിയിരിക്കുകയാണ്, എന്റെയും നിങ്ങളുടെയും കൊളസ്ട്രോൾ ഷുഗർ ബാലൻസിൽ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ മനുഷ്യന്റെ ആത്മീയതയും ബാലൻസിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഓവറായിട്ട് ഉപവസിച്ച് ഓവറായി പ്രാർത്ഥിച്ചാൽ ചിലപ്പം ഭ്രാന്തന്മാരായി പോകുന്നു. ഇനി ഒട്ടും ഉപവസിക്കാതെ ഒട്ടും പ്രാർത്ഥിക്കാതിരുന്നാൽ അവരും ഭ്രാന്തരായി പോകും. അപ്പൊ ഇതിനെല്ലാം ഒരു ബാലൻസ്, ആത്മീയതക്കും ഭൗതികതക്കും ഒരു ബാലൻസ് വേണമെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഈ ഗൗതം ബുദ്ധന്റെ മതം. അല്ലെ, ഗൗതം ബുദ്ധന്റെ മതം എന്ന് പറയില്ല, ബുദ്ധന്റെ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. അത് പിന്നെ സിക്കിസത്തിലേക്ക് വരുമ്പോൾ കുറേയും കൂടെ ഭംഗിയുണ്ട്. കാര്യം സിക്കിസം പറയും മീരി പീരി കേട്ടിട്ടുണ്ടോ? അതായത് സ്വർഗത്തെയും ഭൂമിയെയും സൂചിപ്പിക്കുന്ന രണ്ടു വാള്. ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തിട്ട് വേണം മനുഷ്യൻ ജീവിക്കാൻ എന്നാ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ മതങ്ങൾക്കും സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഒരു എക്സ്ട്രീമിറ്റി വന്നുപോയി എന്നതാണ് നമ്മുടെ വേദന. എന്റെ വേദന, ഭൂമിയിലുള്ള സ്ത്രീകളുടെ വേദന. കാരണം ഇപ്പൊ നമ്മള് ഈസ്റ്റേൺ മതങ്ങൾ എടുത്തു നോക്കിയാൽ ആദ്യം ഉണ്ടായ സൊറോസ്ട്രിനിസം, പാർസി എന്ന് പറയുന്ന മതം, പിന്നെ യഹൂദ മതം, പിന്നെ ക്രിസ്തു മതം, പിന്നെ ഇസ്ലാം മതം. ഈ 4 മതങ്ങളും പുരുഷ മേധാവിത്വം അന്നും ഇന്നും കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇനി ഇന്ത്യയിലുണ്ടായ മതം എടുത്താൽ ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, സിഖ് മതം. ഈ 4 മതങ്ങൾ എടുത്തു നോക്കിയാലും ഇതും പുരുഷ മേധാവിത്വം ഇച്ചിരി കൂടിയ മതമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? അപ്പൊ സത്യത്തില് ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഈ മതങ്ങൾ എങ്ങനെയെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് സ്വീകരിക്കാം? ഈ ഒരു വിഷയമാണ് അല്പനേരം നമ്മൾ ചിന്തിക്കുക. കേൾക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഇന്ത്യൻ ഫിലോസഫിയിൽ നമ്മൾ മനുസ്മൃതിയുടെ 9-ാം അധ്യായം 3-ാമത്തെ ഭാഗം എടുക്കുക. മനുസ്മൃതി 9:3. പെൺകുഞ്ഞുങ്ങളെ പിതാക്കന്മാര് സംരക്ഷിക്കുന്നു, യുവതിയായി കഴിയുമ്പോൾ ഭർത്താക്കന്മാര് സംരക്ഷിക്കുന്നു, അമ്മയായി കഴിയുമ്പോൾ മക്കൾ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഭയങ്കര സംരക്ഷണമാണ്. ഒരു കഴിവും ഇല്ലാത്തതുകൊണ്ടല്ല ആരെങ്കിലും ഇവളെ സംരക്ഷിക്കണ്ടേ എന്ന തരത്തിൽ മനുസ്മൃതി.
മാത്രമല്ല ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ അമ്പലത്തിൽ പൂജ കഴിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണുന്നത് കുറവാ. മറിച്ച് വീട്ടിലുള്ള പൂജകളെല്ലാം അവർ നടത്തിക്കൊള്ളുമായിരിക്കും. പക്ഷേ ട്രഡീഷണലി സ്ത്രീകളെ എത്രത്തോളം നമ്മുടെ രാജ്യം താഴ്ന്ന് കണ്ടു എന്നതിന് ഈ സതി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാനത് പറയേണ്ടതില്ല. എന്നാലും ഇതേ ഇന്ത്യൻ ഫിലോസഫിയിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന 4 പേരുണ്ട്. അതാണ് ആദ്യം ഒന്ന് പറഞ്ഞു തരുന്നത്. 4 പേര് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കണേ. 1, ദാസി. ഓരോ സ്ത്രീയും ദാസിമാരാണ്. എങ്ങനെ ദാസി? ഭർത്താവിനെ ശുശ്രൂഷിക്കണം, അമ്മയപ്പനെ ശുശ്രൂഷിക്കണം, മക്കളെ ശുശ്രൂഷിക്കണം, ദാസിയായി മാറണം. ഒരു നല്ല ദാസിയിൽ ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റിയും ഓരോ സ്ത്രീയിൽ ഉണ്ടാകണം. രണ്ടാമത് പറയുന്നു മന്ത്രി. അവള് മന്ത്രി ആയിരിക്കണം, കൗൺസിലർ ആയിരിക്കണം, ഉപദേഷ്ടാവായിരിക്കണം. ഭർത്താവിനുള്ള ഉപദേശം, അപ്പനുള്ള ഉപദേശം, അമ്മയ്ക്കുള്ള ഉപദേശം, മക്കൾക്കുള്ള ഉപദേശം, ജ്യേഷ്ഠാനുജന്മാർക്കുള്ള ഉപദേശം ഒക്കെ കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം ഒരു സ്ത്രീ എന്നാണ് ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുക. മൂന്നാമത് പഠിപ്പിക്കുന്നത് അവളൊരു മാത ആയിരിക്കണം, ഒരു അമ്മയായിരിക്കണം. അത് കുഞ്ഞുങ്ങളുടെ മുമ്പിലും അപ്പന്റെ മുമ്പിലും അമ്മയുടെ മുമ്പിലും ഭർത്താവിന്റെ മുമ്പിലും ജ്യേഷ്ഠാനുജന്മാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒരമ്മ വാത്സല്യം പ്രകടിപ്പിക്കാൻ ഓരോ സ്ത്രീക്കും കഴിയണം. ഓരോ സ്ത്രീയിലും ഒരു അമ്മ ഉണ്ടാകണം എന്നാ ഇവിടെ പറയാം. നാലാമത് പറയുന്നത് അവള് ലവറായിരിക്കണം, റൊമ്പ. അവള് വളരെയധികം സ്നേഹം ലോകത്തിന് നൽകുന്നവളായിട്ട് മാറണം എന്നാ പഠിപ്പിക്കുക. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സംസ്കൃതത്തില് ശക്തി സ്വരൂപിണി എന്ന് സ്ത്രീയെ വിളിച്ചത്, ദൈവ മാതാവെന്ന്, ദൈവത്തെ അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്. പ്രകൃതി അമ്മ എന്ന് വിളിക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം, ശക്തി സ്വരൂപിണി എന്ന്. അപ്പൊ സ്ത്രീകൾക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് ഹിന്ദുമതം കൊടുത്തില്ല എന്ന് പുരുഷന്മാർ വെറുതെ വീമ്പിളക്കുന്നതാ. സ്ത്രീകൾക്ക് അത് പരിചയമില്ലാഞ്ഞിട്ടാ. ശക്തി സ്വരൂപിണിയാണ് ഓരോ സ്ത്രീയും എന്ന് ഇന്ത്യയിൽ ജനിച്ച ഓരോ സ്ത്രീയും അറിയണം ഈ ലോക സ്ത്രീ ദിനത്തിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ആശംസകൾ നേരുന്നു. ഇനി ഇന്ത്യയുടെ സാഹചര്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പീഡകൾ, ഇന്നും ഈ മോഡേൺ യുഗത്തിലും അനുഭവിക്കുന്ന ചില പീഡകൾ പറയാണ്. 1, ഡവറി. വലിയ കഷ്ടപ്പാടാണ് അല്ല ഇന്ത്യയിലുള്ള പെൺപിള്ളേരെ കെട്ടിച്ചു വിടുക, ജീവിക്കുക എന്നുള്ള ഡവറി സിസ്റ്റം കൊണ്ട്. 2, വിവാഹ സമയത്ത് പെൺപിള്ളേരിൽ അപ്പനും അമ്മയും ചൊലുത്തുന്ന സ്വാധീനം. അവരുടെ ഇഷ്ടത്തിന് മാത്രമേ പെൺപിള്ളേർക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. 3, വിവാഹം കഴിച്ചു പോയ പുരുഷന്റെ വീട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡകൾ നമ്മുടെ രാജ്യത്തിൽ ഒരു കുറവില്ല എന്നുള്ളതാണ്. 4, റോഡിലൂടെ നടക്കുന്ന പെൺപിള്ളേർക്ക്, പഠിക്കാൻ പോകുന്ന പെൺപിള്ളേർക്ക് ഹോസ്റ്റലിൽ കോളേജിൽ നേരിടേണ്ടി വരുന്ന പീഡകൾ നിങ്ങൾ സ്ഥിരം പത്രങ്ങളിലൂടെ വായിക്കുന്നതുകൊണ്ട് ഞാനത് പറയണ്ട. 6, ഈ ജെൻഡർ വൈസ് അബോർഷൻ. ഉദരത്തിലുള്ള കുഞ്ഞാണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞ് അത് പെണ്ണാണെങ്കിൽ ഉദരത്തിൽ വെച്ച് കൊല്ലുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തിൽ ഒട്ടും കുറവല്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 7, ജെൻഡർ വൈസ് ഉള്ള ട്രീറ്റ്മെന്റ്. അതായത് ആമ്പിള്ളേരും പെൺപിള്ളേരും കോളേജിലുള്ളപ്പോൾ, സമൂഹത്തിലുള്ളപ്പോൾ ആമ്പിള്ളേർക്ക് കൊടുക്കുന്ന പ്രിഫറൻസ് ഇപ്പോഴും സമൂഹം സ്ത്രീകൾക്ക് നൽകുന്നില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആണോ പെണ്ണോ, പെണ്ണോ എന്ന് പറയുമ്പോഴേക്ക് തന്നെ ചില ജനങ്ങളുടെ മുഖം വാടി, അയ്യോ പെണ്ണോ. ആ ഒരു വേദന ഇപ്പോഴും പെണ്ണ് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മാർക്കറ്റുകളിൽ വിൽപ്പന ചരക്കായി പെണ്ണുങ്ങളുടെ ശരീരം മാറി. അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അല്ലെ, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങൾ വായിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് ഞാനും ഇത് കാണാനും അറിയാനും ഇടയായി. എങ്ങനെയാണ് ഈ വിമൻ ട്രാഫിക്കിംഗ് ഏറ്റവും കൂടുതൽ നമ്മുടെ സിറ്റിയിൽ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന്. അപ്പോ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഇരിക്കെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരോട് പ്രത്യേകം ഒന്ന് പറയട്ടെ. ചുമ്മാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീ സമത്വം ഭരണസമത്വം എന്ന് പറഞ്ഞാൽ പോരാ. ഈ ലോകത്ത്, ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എവിടെയെല്ലാം ഹിന്ദു മതവിശ്വാസികളായ സ്ത്രീകളെ മതത്തിന്റെ പേരിലോ രാഷ്ട്രത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ലാംഗ്വേജിന്റെ പേരിലോ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, സത്യത്തിൽ അവരെ സ്വതന്ത്രരാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മുടെ സ്ത്രീകളെ നമ്മൾ പ്രാപ്തരാക്കുകയും ചെയ്യണം. ഇത് ഇന്ത്യയുടെ അവസ്ഥ. ഇനി നമ്മൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയാണ്. പൊതുവെ ജനങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇസ്ലാം സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത മതമാണ്. പക്ഷെ മതം എന്ന കാഴ്ചപ്പാടിൽ ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം എന്നാന്ന് ഞാൻ പറയാം. അത് ഖുർആനിന്റെ ഒരു ആയത്താണ്. ആയത്ത് 4-ാം അധ്യായമാണ്. ആ അധ്യായത്തിന്റെ പേര് തന്നെ സ്ത്രീ എന്നാണ്, അൻ-നിസാ. അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകം ഒന്ന് വായിക്കണേ. ഞാനത് മലയാളത്തിൽ വായിക്കുന്നു, കൂട്ടുകാർ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ്. അപ്പൊ പുരുഷന്മാരാണ് സ്ത്രീകളെ ഭരിക്കേണ്ടത് എന്ന് ഖുർആൻ ഉറപ്പിച്ച് പറയുന്നത്, അതിൽ സംശയമില്ല.
അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിലാണ് മാറി. അപ്പൊ പുരുഷന്മാര് വേണം അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി കുടുംബം പുലർത്താൻ എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനാൽ സച്ചരിതരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരാണ്. നല്ല പെണ്ണുങ്ങൾ എന്നും ഭർത്താവിനെ അനുസരിക്കുമെന്ന പറഞ്ഞ പുരുഷന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സംരക്ഷിക്കപ്പെടാൻ ആവശ്യപ്പെടുന്നതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരാണ്. പുരുഷൻ ഒരുപക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ വീട്ടിൽ ആഴ്ചയിലെ വരാൻ പറ്റുള്ളൂ, രാവിലെ പോയി രാത്രി വരാൻ പറ്റുള്ളൂ. ആ പുരുഷന്റെ അഭാവത്തിൽ വീട്ടിലുള്ളതെല്ലാം മാന്യമായി നോക്കി നടത്തി സംരക്ഷിക്കുന്നവരാണ് നല്ല സ്ത്രീകൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്. തുടർന്ന് പറയുന്നു, അനുസരണക്കേട് സ്ത്രീ എന്നാൽ കേൾക്കണേ, എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക. അവരാദ്യം ഉപദേശിക്കണം. അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെ സ്വന്തം ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും വിളിച്ചിരുത്തി പറയണം, മക്കളെ ഇങ്ങനെയല്ല, ഉപദേശിക്കണം. എന്നിട്ട് ഉപദേശിച്ച് കേട്ടിട്ടില്ലെങ്കിൽ കിടപ്പറകളിൽ നിന്ന് അവരുമായി അകന്നു നിൽക്കുക. അവരെ നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ഇച്ചിരി അകറ്റി നിർത്തി, അനുസരണക്കേട് കാണിക്കാത്തതുകൊണ്ട്. എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ അവരെ അടിക്കണം. അങ്ങനെ അടിച്ചെങ്കിലും എന്നിട്ടും അവരനുസരിക്കുന്നില്ലെങ്കിൽ അവരെ പുറത്താക്കിക്കൊള്ളാനാ പറയുന്നത്. അനുസരിച്ചാൽ അവരെ പിന്നെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, നിങ്ങൾ അവരെ സ്വീകരിക്കണം. അപ്പൊ ഈ ആയത്ത് ഖുർആനിൽ ഉള്ളത് കൊണ്ട് പൊതുവെ ജനങ്ങൾ കരുതുന്ന എന്നാ, സ്ത്രീകളെ ഉപദ്രവിക്കാൻ ഖുർആൻ പഠിപ്പിച്ചു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, സ്ത്രീകൾ അടിമയെ പോലെ ജീവിക്കണം എന്നൊക്കെയാ. അങ്ങനെ ഏതെങ്കിലും എന്റെ ഉമ്മമാർ, എന്റെ പെങ്ങന്മാർ, എന്റെ മക്കളായ മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഖുർആനിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുമോ? ഒന്ന്, നിങ്ങൾ ആദ്യം ഖുർആനിനകത്ത് പേരെടുത്ത് പറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മറിയം. ഖുർആനിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ പേര് മറിയം എന്നാണ്. മറിയമിന്റെ അപ്പന് ഇമ്രാൻ എന്നും ഇമ്രാന്റെ ഭാര്യയാണ് മറിയമിന്റെ അമ്മ എന്നും പറയുന്നു. ഈ മറിയമിന്റെ പ്രത്യേകത, മറിയം വിവാഹം കഴിച്ചതിന് ഖുർആനിൽ തെളിവില്ല. മറിയമിന് അങ്ങനെ ഒരു എൻഗേജ്മെന്റ് പോലും ഇല്ല. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരു 25 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണ് വിവാഹം കഴിക്കാതെ ജീവിക്കുമ്പോൾ എല്ലാവരും മറപ്പോടെ നോക്കുക. അയ്യോ, കല്യാണം ആയില്ലേ, വിശേഷമൊന്നും വന്നില്ലേ, എന്തു പറ്റി? അങ്ങനെയാണ് പിന്നെ മറിയം ബീവിനെ എന്താ പിടിച്ച് കെട്ടിക്കാതിരുന്നത്? കല്യാണം കഴിക്കുന്നത് കൊണ്ടോ കഴിക്കാത്തത് കൊണ്ടോ ഒരു മുസ്ലിം സ്ത്രീക്കും പ്രത്യേകിച്ച് പരിശുദ്ധിയൊന്നും ഇല്ല. അതിപ്പോ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവരുടെ പരിശുദ്ധി വേറെയാ, അവരുടെ വിശുദ്ധി വേറെയാ. അതുകൊണ്ട് പ്രായപൂർത്തിയായി കാശില്ല, എന്റെ മോളെ കെട്ടിക്കാൻ വിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒരു ബാപ്പയും ദുഃഖിക്കേണ്ട കാര്യമില്ല, ഒരു ഉമ്മയും ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കെട്ടിക്കാത്തത് കൊണ്ടൊന്നും സമൂഹത്തിൽ സ്ത്രീക്ക് പ്രത്യേക ഒരു താഴ്ന്ന ജാതി ഒന്നുമില്ല. താഴ്ത്തി അവരെ കെട്ടേണ്ട കാര്യമില്ല. കാരണം മറിയം ബീവിയുടെ ചരിത്രം വ്യക്തമായി ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമതൊരു സ്ത്രീ ഖുർആനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അറിയേണ്ടത് ആസിയ. ആസിയയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ആസിയെ കുറിച്ച് നമ്മൾ തഹ്രീം എന്ന അധ്യായത്തിലാണ് വായിക്കുക. സൂറത്ത് തഹ്രീമില് ഞാൻ ആദ്യം ഒറ്റ വാക്ക് മാത്രം പറയാം. 11-ാമത്തെ ആയത്ത് 11. സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അള്ളാഹു ഫറോവോന്റെ പത്നിയെ എടുത്ത് കാണിക്കുന്നു. അവർ അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ നാഥ, എനിക്ക് നിന്റെ അടുത്ത് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി തരണമേ. ഫറോവോനിൽ നിന്നും അയാളുടെ ദുർവൃത്തിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അക്രമികളായ ജനത്തിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ എന്ന്. എന്താ കാര്യം? ഫറോവന്റെ പത്നി ഫറോവയുമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ട്? ഫറോവ ചെയ്യുന്ന തിന്മയോട് ഈ പത്നിക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഫറോവയ്ക്ക് എതിരായി വന്ന മോശയെ ഈ പത്നിയാണ് എടുത്ത് വളർത്തുന്നത്. ഈ നിങ്ങൾ ഇത്തഹ്രീം അധ്യായം ഒന്ന് സ്വസ്ഥായിട്ട് വായിക്കണം, നിങ്ങൾക്കത് ഗുണം ചെയ്യും. മൂസാ നബിയുടെ ചരിത്രം, മൂസാ നബി വളർന്നത് എങ്ങനെ, ആ നൈൽ നദിയിൽ നിന്ന് എങ്ങനെ ഈ കൊച്ചിനെ കിട്ടി, കൊച്ചിനെ പാലൂട്ടിയ ഹെബ്രായ സ്ത്രീ ആര്, എങ്ങനെ അവസാനം ഈ ഫറോവന്റെ കുടുംബത്തിൽ തന്നെ ഈ മോശ വളരുന്നു. ആ ഫറോവയുടെ അധപ്പതനത്തിന് തന്നെ കാരണമായി മോശയെ ദൈവം വളർത്തുന്നു. അവസാനം ഫറോവയുടെ പത്നി സ്വന്തം ഹസ്ബൻഡിനെതിരെ നിന്ന് വ്യക്തമായ തെളിവോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഭാഗം നമുക്ക് കാണാം. ഇതിൽ നിന്നും ഓരോ മുസ്ലിം സ്ത്രീകളും അറിയണം, സത്യവിശ്വാസത്തിനെതിരും ദൈവാവബോധത്തിനെതിരുമായി ജീവിക്കേണ്ട സാഹചര്യം ഏത് കുടുംബത്തിൽ വന്നാലും അതിനെതിരെ നിൽക്കണം സ്ത്രീ. അടിമയാവേണ്ട കാര്യം ഇവിടെ ഇല്ല. ആ ഒരു ബോധ്യം ഓരോ മുസ്ലിം സ്ത്രീയുടെ ഉള്ളിൽ ഈ ആയത്ത് വായിക്കുമ്പോൾ ഉണ്ടാകണം. വേറെ ഒരു വലിയൊരു സ്ത്രീയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗ. നിങ്ങൾ കേട്ട് കാണും, ഷെബ, കിങ് ഓഫ് ഷെബ അല്ലെ? ആ ഷെബയിലുള്ള ക്വീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജ്ഞിയെ കുറിച്ച് ഒറ്റ ആയത്ത് ഇവിടുന്ന് വായിക്കാം. ഖുർആനിന്റെ 27-ാമത്തേതാണ്, അന്നംൽ എന്നുള്ള അധ്യായമാണ്. അതിന്റെ 23-ാം വാക്യം, 27-ന്റെ 23. ഞാൻ അവിടെ ഒരു സ്ത്രീയെ കണ്ടു,
അവരാണ് ആ നാട്ടുകാരെ ഭരിക്കുന്നത്. അവർക്ക് സകല സൗകര്യങ്ങളും അവിടെ ഉണ്ട്, ഗംഭീരമായ ഒരു സിംഹാസനം. കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ പറയാറുണ്ട്, മുസ്ലിം പെമ്പിള്ളേര് പഞ്ചായത്തിൽ വാർഡില് മെമ്പറാകാൻ മത്സരിക്കാൻ പാടില്ല, പഞ്ചായത്ത് മെമ്പറാകാൻ പാടില്ല, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവരുത്, ബ്ലോക്ക് പ്രസിഡന്റ് ആവരുത്, MLA ആവരുത്, മന്ത്രി ആവരുത്, സ്ത്രീകൾ പുറത്തിറങ്ങരുത്, ഡ്രൈവ് ചെയ്യരുത്, പ്രസംഗിക്കരുത്. തെറ്റാണ്. ഖുർആൻ അനുസരിച്ച് ഇവിടെ പറയുന്നു, ഷേബായിലെ രാജ്ഞി ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ ആ രാജ്യം മുഴുവൻ നിയന്ത്രിച്ചത്. അവിടെ സിംഹാസനം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ജയലളിതയെ പോലെ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, അല്ല അതിനേക്കാൾ എത്രയോ വലുതല്ലേ. എന്നിട്ട് സുലൈമാൻ നബി ഈ സ്ത്രീയെ കാണാൻ പോകുന്നതും, അവസാനം സുലൈമാൻ നബിയെ ഈ സ്ത്രീ കാശ് കൊടുത്ത് വശീകരിക്കാൻ നോക്കിയിട്ട് സുലൈമാൻ നബി വശീകരിക്കപ്പെടാതിരിക്കുന്നതും, സുലൈമാൻ എന്ന് പറഞ്ഞ സോളമൻ, അവസാനം സോളമന്റെ വിശ്വാസത്തിലേക്ക്, സുലൈമാൻ നബിയുടെ വിശ്വാസത്തിലേക്ക് ഈ സ്ത്രീ വരുന്നതും നമ്മൾ കാണാം. അതുകൊണ്ട് ഇസ്ലാം അനുസരിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നൊന്നും പറയണ്ട. പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാനും വേണ്ടി വന്ന രാജ്യം ഭരിക്കാനും അവിടെ സ്ത്രീകൾക്ക് കഴിവുണ്ട് എന്നുള്ളത് ഈ ഷേബ രാജ്ഞിയുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പറ്റുമെങ്കിൽ ഖുർആൻ എടുത്ത് വായിച്ചോ, ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യണ്ട. ഒരു മതവും സ്ത്രീയെ അടിമയാക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും പുരുഷന്മാര് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഇങ്ങനെ സ്ത്രീകളെല്ലാം അടിമകളാണ്, നമ്മുടെ കൃഷിയിടമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചത് കേട്ട് സ്ത്രീ അടിമയായിട്ട് ജീവിക്കാൻ ഇവിടെ ഒരു മതഗ്രന്ഥവും പറഞ്ഞിട്ടില്ല. സ്ത്രീ അവളുടെ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഇനി നമ്മൾ എടുത്തു വായിക്കേണ്ടത് യൂസുഫ് നബിയുടെ ചരിത്രമാണ്. ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്. ഈ ജോസഫിനെ എങ്ങനെയാണ് അസീസിന്റെ വൈഫ് പ്രേരിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ പ്രേരണയിൽ നിന്ന് യൂസുഫ് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? അവസാനം യൂസുഫ് എങ്ങനെയാണ് ആ രാജ്യത്ത് വലിയ ആളാവുന്നറിയില്ലേ? ആ അധ്യായം സൂറത്ത് യൂസുഫും കൂടെ മുസ്ലിമീങ്ങൾ വായിക്കണം. അപ്പൊ സ്ത്രീകളെ വെറും ഒരു കൃഷിയിടമായിട്ട് കാണുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് സ്ത്രീകൾക്ക് വ്യത്യസ്ത മോഡൽ ഖുർആനിലുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ ചില ഭാഗത്തു നിന്ന് ഈ ലോക സ്ത്രീ ദിനത്തിൽ നിങ്ങളൊന്ന് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ബൈബിളാണ്. ബൈബിള് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം വലിയ സ്വാതന്ത്ര്യമാണ്. ഞാൻ ചില കൊട്ടേഷൻസ് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യാവോ? കാര്യം അതെല്ലാം എടുത്ത് പറയാൻ സമയമെടുക്കും. അതുകൊണ്ട് ചില കൊട്ടേഷൻസ് പറയാം, എഴുതിയെടുത്തോ. ഒന്ന്, പുറപ്പാട് 1:15-22, പുറപ്പാട് 2:5 മുതൽ 10 വരെ, 2 സാമുവേൽ 4:4, മിക്ക 6:4, പുറപ്പാട് 4:24 മുതൽ, 1 സാമുവേൽ 19:11 മുതൽ, 1 സാമുവേൽ 25:1 മുതൽ, ഉൽപ്പത്തി 38 മുതൽ, അതുപോലെ തന്നെ ജോഷുവ 2:1 മുതൽ, ഇങ്ങനെ നമ്പേഴ്സ് 26, 27 അധ്യായം, 36, ജോഷുവ 17, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കുള്ള ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഇവിടെയെല്ലാം ഞാനിപ്പോ ചെറിയ ചിലത് തന്നേ ഉള്ളൂ. സ്ത്രീകളുടെ പ്രത്യേകത, ഭർത്താവിനെ സംരക്ഷിക്കാൻ സ്ത്രീകളെ ദൈവം ഏൽപ്പിക്കുന്നു, മക്കളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു, രാജ്യം സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു, പ്രവാചകന്മാരെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു, പ്രവാചകന്മാരെ കുടുക്കിന്ന് അഴിച്ചു മാറ്റാൻ ഏൽപ്പിക്കുന്നു, ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നിടത്ത് നിന്നും പെമ്പിള്ളരെ രക്ഷപ്പെടുത്താൻ ഏൽപ്പിക്കുന്നു, ഈവൻ മോശയെ പോലും വളർത്താൻ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ ദൈവം ഏൽപ്പിച്ചത് കാണാം. നിങ്ങളത് ഓരോന്ന് മറിയാമിന്റെ ഒക്കെ കഥ വായിക്കുമ്പോൾ ഒരുപാടുണ്ട് നമ്മൾ ഈ ബൈബിളിൽ വായിക്കാൻ. ചുരുക്കം പറഞ്ഞാൽ സമൂഹത്തിന്റെ സേവനത്തിൽ സ്ത്രീ മുന്നിട്ടിറങ്ങണം, സംശയം വേണ്ട. പക്ഷെ സ്ത്രീക്ക് എവിടെയാണ് പിഴ വന്നത്? ശ്രദ്ധിച്ചു കേൾക്കണേ. സ്ത്രീകൾക്ക് എവിടെയാണ് പിഴവ് വന്നതെന്നാ ഞാൻ പറയണേ. ഞാനൊരു പുരുഷനാണ്, അതുകൊണ്ട് സ്ത്രീകളായി നിന്ന് ഒരു സ്ത്രീയായി നിന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും എന്റെ അനുഭവം മാത്രമാണ് പറയുന്നത്. സ്ത്രീകൾക്ക് ഒരുപാട് അടിച്ചമർത്തപ്പെടലുകൾ, പുരുഷ മേധാവിത്വം വന്നപ്പോൾ അതിനോട് റിറ്റാലിയേറ്റ് ചെയ്യാൻ സ്ത്രീക്ക് ഒരു കൊതിയുണ്ടായി. റിറ്റാലിയേറ്റ് ചെയ്തപ്പോൾ ആണുങ്ങൾ ആ അവസരം മുതലെടുത്ത് സ്ത്രീയെ അങ്ങോട്ട് അഴിച്ചു വിട്ടു എന്നുള്ളതാണ് തെറ്റ്. അതിപ്പോ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും അവസ്ഥ എങ്ങനെയെന്നറിയോ? സ്ത്രീകളെല്ലാം ഇങ്ങനെ വസ്ത്രം പോലും ഇല്ലാണ്ട് അഴിഞ്ഞാടാൻ തുടങ്ങിക്കഴിഞ്ഞു. അവസാനം പുരുഷന്മാരോട് മത്സരിക്കാൻ തുടങ്ങി, പുരുഷന്മാരെ ഭരിക്കാൻ തുടങ്ങി. പുരുഷന്മാർക്ക് അവസാനം കല്യാണത്തോടെ വെറുപ്പായി. എത്രയോ പുരുഷന്മാരെ ഇപ്പൊ വിവാഹം വേണ്ടെന്ന് പറയണേ. എന്റെ അറിവിൽ എന്റെ കൂട്ടുകാരുണ്ട്, എനിക്ക് വേണ്ട കല്യാണം. എന്തിനാ? ഈ കുറച്ചു നാൾ മുമ്പ് ഞാൻ സിംഗപ്പൂരിലായിരുന്നപ്പോ വേദനിച്ചു. എന്നാന്നറിയോ? ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. 6 മാസത്തിനകത്ത് കേസ് ഫയൽ ചെയ്തു, പീഡനത്തിന്. അങ്ങനെ കേസ് ഫയൽ ചെയ്തപ്പോൾ ഇയാളുടെ സ്വത്തും അവക്കായി, മക്കളെയും കൊണ്ട് അയാൾ പോയി. ഈ പെണ്ണ് പോയി. എത്ര രാജ്യങ്ങളിലാണ് ഈ ഇങ്ങനെ പുരുഷന്മാരെ സ്ത്രീകൾ പീഡിപ്പിക്കുന്നതെന്നറിയോ? ഇപ്പോ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവസാനം സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിച്ചു. പുരുഷന്മാർ സ്ത്രീയെ കാണുമ്പോൾ ഓടിപ്പോകുന്ന ചില രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ.
എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല രാജ്യങ്ങളിലും കണ്ടതാണ്. അങ്ങനെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് പുരുഷന്മാരെ ഒരുതരം മന്ദബുദ്ധികളാക്കുന്ന ഗതികേടിലേക്ക് ചില രാജ്യങ്ങൾ പോയി എന്നതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്, സ്ത്രീകളോ പുരുഷന്മാരെ പോലെ ആകാൻ നോക്കി ആകാൻ പറ്റാതായപ്പോ ലെസ്ബിയൻ ആയി പോയി എന്നുള്ളത് പ്രശ്നം. ഇപ്പൊ അമേരിക്കയുടെ അവസ്ഥ 50% ആണുങ്ങളും കല്യാണം കഴിക്കുന്നില്ല, 50% പെണ്ണുങ്ങളും കല്യാണം കഴിക്കുന്നില്ല. യൂറോപ്പിന്റെ അവസ്ഥ അതാ. അവസാനം ഇപ്പൊ യൂറോപ്പിലോ അമേരിക്കയിലുള്ള പെണ്ണുങ്ങൾ അട്രാക്റ്റഡ് ആയത് ആരോടാണെന്നറിയോ? ഈ വെസ്റ്റിൽ കിടക്കുന്ന ആണുങ്ങളോടാണ്. അത് അറേബ്യയിലോ ഇല്ലെങ്കിൽ ഇന്ത്യയിലോ മറ്റ് ഏതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആണുങ്ങളോടാണ് ഇപ്പൊ പ്രേമം. കാരണം അവർക്ക് തോന്നുക ഈ ആണുങ്ങൾ നമ്മൾ ഒരുപക്ഷെ സംരക്ഷിക്കുന്നു. അപ്പൊ ഈ സ്ത്രീകളെ അങ്ങനെ ഫുള്ളി ലിബറലായി വിട്ടത് വെസ്റ്റേൺ ലോകത്തിന്റെ തെറ്റാണ്, സംശയം വേണ്ട. എന്നാൽ ഇനി ഏഷ്യൻ രാജ്യങ്ങളിലെ ചില അറബ് രാജ്യങ്ങൾക്ക് എന്ത് പറ്റി? സ്ത്രീകൾ മുഴുവനും അവസാനം കറുത്ത പർദ്ദയും മർത്തയും ഹിജാബും ഒക്കെ ഇട്ടിട്ട് ഈ ജയിലിൽ ജീവിക്കുന്ന പോലെ ജീവിക്കണം. മരുഭൂമിക്കകത്തും ഈ കറുത്ത വസ്ത്രം ഇട്ടിട്ട് ചൂട് ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ വെന്ത് കുക്കറിൽ കിടക്കുന്ന പോലെ കിടക്കണം എന്ന് പറഞ്ഞ് റിജിഡായിട്ട് നിയമങ്ങൾ കൊണ്ടുവന്ന ഈ രാജ്യങ്ങളിലും പരാജയമുണ്ട്, സംശയം വേണ്ട. രണ്ടും തെറ്റാണ്, ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ ജനറൽ ആയിട്ട് ഇതെന്റെ ഒരു ഒപ്പീനിയനാ പറയുന്നത്, അല്ലാതെ ഞാനിപ്പോ ഒരു മതത്തിന്റെ ലീഡറോ അല്ലെങ്കിൽ നിയമങ്ങൾ പറയോ അങ്ങനെയൊന്നുമല്ല. ജനറൽ ആയിട്ട് എന്റെ ചില ഒപ്പീനിയൻ, ബ്ലോഗ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. യൂറോപ്യൻ വേൾഡിൽ അല്ലെങ്കിൽ അമേരിക്കൻ ലോകത്ത് സ്ത്രീകൾക്ക് ഫുൾ സ്വാതന്ത്ര്യം അങ്ങ് വിട്ടുകൊടുത്തു. സ്ത്രീകൾ അറിഞ്ഞില്ല സ്ത്രീകളെ ചതിക്കാൻ വേണ്ടി പുരുഷന്മാർ ചെയ്യുന്നതാണ്. അവരുടെ ശരീരത്തെ അവർ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നതെന്ന് സ്ത്രീ അറിയാണ്ട് പോയി. ഈ സ്ത്രീയുടെ ടോപ്ലെസ് വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത് ആരാ? ഫാഷൻ ഡിസൈനിങ് പുരുഷൻ. എന്തിനാ അവനത് ചെയ്യുന്നത്? അവനെ കണ്ട് ആസ്വദിക്കാനാണ് എന്ന തിരിച്ചറിവ് സ്ത്രീക്ക് ഇല്ലാണ്ട് പോയി. അതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു ഈ സ്ത്രീകൾ. ഇനി എന്നാൽ ഈ അറേബ്യൻ ലോകത്തോ സ്ത്രീയെ ഇങ്ങനെ അവസാനം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് ഒരു ജയിൽവാസം അവർ അനുഭവിക്കണം എന്ന് പറയുമ്പോഴും അതും തെറ്റാണ് എന്ന് തിരിച്ചറിയണമായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഗൗതം ബുദ്ധന്റെ തത്വം മജ്ജിമ നിക്കായ, വെർച്യൂ സ്റ്റാൻഡ്സ് ഇൻ മിഡിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ചുരിദാറും ഇന്ത്യയിലുള്ള സാരിയും പ്രത്യേകിച്ച് നമ്മുടെ തമിഴന്മാരുടെ മുറിസാരിയൊക്കെ എന്ത് നല്ല ഭംഗിയുള്ള വസ്ത്രമല്ലേ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല സ്ത്രീകളോടും പറയാം, പ്രത്യേകിച്ച് അമ്മമാരോട് പറയുന്നു, മക്കൾക്ക് നിങ്ങൾ കുഞ്ഞിലെ സ്ലീവ്ലെസ് വസ്ത്രം ഇട്ട് അവിടെ ഇവിടെയൊക്കെ ശരീരം കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ഇട്ട് നിങ്ങൾ പഠിപ്പിക്കരുത്. പിന്നീട് നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാണ്ട് പോകും. അതുപോലെ എന്റെ ചെറുപ്പക്കാരികളോട് പറയുന്നു, പുരുഷന്മാരുടെ ഇച്ഛക്കനുസരിച്ച് അവർ ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കുന്ന വൾഗറായ വസ്ത്രം ധരിച്ച് നിങ്ങൾ നടക്കല്ലേ. കാണുന്ന ചെറുപ്പക്കാർക്ക് നിയന്ത്രണം തെറ്റി നിങ്ങളെ അവർ പീഡിപ്പിക്കും. അതുകൊണ്ടല്ലേ നാട്ടിൽ മുഴുവനും ഈ പീഡന കേസുകള്. നിങ്ങൾ അല്പം മാന്യമായ വസ്ത്രം ധരിക്കുക, മാന്യമായ പെരുമാറ്റ രീതി സൂക്ഷിക്കുക. ഈ ലോക സ്ത്രീ ദിനത്തില് ലോകത്തിലുള്ള സകല അമ്മമാരോടും അമ്മച്ചിമാരോടും പെങ്ങന്മാരോടും എന്റെ കുഞ്ഞുമക്കളോടും ഇത് മാത്രമേ പറയാനുള്ളൂ. വസ്ത്രധാരണ സൂക്ഷിക്കുക. പുരുഷന്മാര് നിങ്ങളെ അധികാരികളാക്കി തരാമെന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് ഹിഡൻ അജണ്ട ഉണ്ടെന്ന് മനസ്സിലാക്കുക. വെറും ശാസ്ത്രത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ചു പോകുമ്പോൾ വീണ്ടും ഉദരത്തിൽ പോലും വെച്ച് നമ്മളെ കൊന്നുകളയുമെന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം ദൈവത്തിലേക്കും ദൈവാവബോധത്തിലേക്കും. ഹിന്ദുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം പഠിക്കട്ടെ. മുസൽമാന്റെ ഖുർആൻ ഹദീസിൽ നിന്ന് സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം പഠിക്കട്ടെ. ക്രിസ്ത്യാനി അവന്റെ വേദഗ്രന്ഥത്തിൽ നിന്നും തിരുസഭയുടെ പഠനത്തിൽ നിന്നും സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം പഠിക്കട്ടെ. അത് സ്ത്രീകൾ നിലനിർത്തിയാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള സകല സ്ത്രീകൾക്കും ഐശ്വര്യം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, രക്ഷയുണ്ടാകും എന്നതിൽ സംശയമില്ല. സർവശക്തനായ ദൈവം ലോകത്തിലുള്ള സകല സ്ത്രീകളെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ക്ലാസ് കേൾക്കുകയും ഇത് ഇഷ്ടപ്പെടുന്നത് മൂലം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്തവരെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.